പഠിപ്പിക്കുന്ന സിസ്റ്ററിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലപ്പാ. അതെന്താ സിസ്റ്ററെ ഇഷ്ടമല്ലാത്തെ? നല്ല സിസ്റ്റർ അല്ലേ? അല്ല, എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഒന്നും സിസ്റ്ററിനെ ഇഷ്ടമല്ല. എല്ലാരും സിസ്റ്ററിനെ കടുവാന്നാ വിളിക്കുന്നേ. അപ്പയുടെ കുഞ്ഞൂസും അങ്ങനെ വിളിച്ചോ? ഞാനും വിളിച്ചു അപ്പാ. അയ്യോ, ചീത്ത കുട്ടികളല്ലേ അങ്ങനെ വിളിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർമാരെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സിസ്റ്റർമാരെയൊക്കെ. അങ്ങനെ വിളിച്ച ഈശോയ്ക്ക് ഒട്ടും ഇഷ്ടാവില്ലാട്ടോ. അതെന്താ? അപ്പ പറഞ്ഞു തന്നിട്ടില്ലേ സിസ്റ്റർമാരൊക്കെ ഈശോയുടെ മണവാട്ടികളാണെന്ന്? ഈ അപ്പ വെറുതെ കള്ളം പറയാ. ഈശോയ്ക്ക് നമ്മളോടൊക്കെ ഒത്തിരി ഇഷ്ടാന്നല്ലേ അപ്പയും മമ്മയും അപ്പച്ചിയും അമ്മച്ചിയും ഒക്കെ പറഞ്ഞു തന്നത്. ആ അപ്പയും മമ്മയും അപ്പച്ചിയും അമ്മച്ചിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞൂസിനെ വഴക്ക് പറയാറില്ലേ? കൊച്ചു കൊച്ചു അടിവെച്ച് തരാറില്ലേ? അതൊക്കെ എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് കുഞ്ഞൂസിനെ ഇഷ്ടമല്ലാത്തോണ്ടാ? അല്ല, പിന്നെ നല്ല കുട്ടിയാവാൻ. അതുപോലെ നല്ല കുട്ടിയാവാനല്ലേ സിസ്റ്റർ നിങ്ങളെ വഴക്ക് പറയുന്നത്? ക്ലാസ്സിലിരുന്ന് വർത്താനം പറയുമ്പോഴും വഴക്ക് കൂടുമ്പോഴും പഠിക്കാതെ വരുമ്പോഴും ഒക്കെ അല്ലേ സിസ്റ്റർ നിങ്ങളെ വഴക്ക് പറയുന്നത്? അതല്ലേ സത്യം? അപ്പോ അപ്പയുടെ കുഞ്ഞൂസ് ഇനി അങ്ങനെ വിളിക്കോ? ഇല്ല, സോറി അപ്പ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ വിളിക്കില്ല. നാളെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ അപ്പ പറഞ്ഞ കാര്യം പറയും. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കാ, നിനക്കെന്താ വട്ടാണോ? ഓഹോ, അപ്പോ നിന്റെ കോൺസെപ്റ്റിൽ ഈ വട്ടില്ലാത്തവരാരാ? പ്രണയിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ എന്താ ഒരു ത്രില്ല് എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അവസാനം റെയിൽവേ ട്രാക്കിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന നമ്മുടെ ക്ലാസ്സിലെ സ്നേഹ പോലുള്ളവരോ? അതോ ഭൂമിയിലെ പ്രണയങ്ങൾക്കും ആകർഷണങ്ങൾക്കുമൊക്കെ വെറും ഒരു നീർക്കുമ്പളയുടെ ആയുസേ ഉള്ളുവെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ വിലയോട് പ്രത്യധരിക്കുന്നവരോ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഈ കോൺവെന്റിൽ എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോടോ? ഒരുമാതിരി കൂട്ടിലടച്ചിട്ട പക്ഷിയെ പോലെ. ആര് പറഞ്ഞു നിന്നോട് കോൺവെന്റിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്ന്? അവിടെയുള്ളവരൊക്കെ കൂട്ടിലടിച്ച പക്ഷിയെ പോലെയാണെന്ന്. നോക്കാതിര, നമ്മുടെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും വീട്ടിൽ ചെന്ന് നമ്മുടെയൊക്കെ സന്തോഷങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കി ഒരമ്മയെ പോലെ നമ്മെ സ്നേഹിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്ന റാണി സിസ്റ്ററിനെ നോക്കി, ട്രീസാമ്മയെ നോക്കി പറയാൻ പറ്റൂ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലെന്ന്? അവരെ കൂട്ടിലടിച്ച പക്ഷിയെ പോലെയാന്ന്. അല്ല, കുടുംബവും കുട്ടികളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. കൊള്ളാം, നിക്കാഹ് കഴിഞ്ഞിരിക്കുന്ന നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആയിഷ, ഞങ്ങളുടെ വിശ്വാസപ്രകാരം കുടുംബജീവിതം പോലെ തന്നെ മഹത്വമുള്ളതാ ഞാനിപ്പോ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഈ ജീവിതവും. ഞാനൊരു സംശയം ചോദിച്ചാ നീ എനിക്ക് പറഞ്ഞു തരൂ? കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായത് കൊണ്ടാണോ ഈ ലോകം മുഴുവൻ മദർ തെരേസയെ അമ്മയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ മാത്രല്ല, ഈ ലോകം മുഴുവൻ എനിക്ക് വട്ടാന്ന് പറഞ്ഞാലും ഞാൻ പോകും. എന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന തീരുമാനത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല, ആർക്കും. കുഞ്ഞൂസേ, നിനക്ക് വിഷമായോ? എന്ത് ചോദിക്കാനും പറയാനും സ്വാതന്ത്ര്യമുള്ളവരല്ലേടോ നല്ല കൂട്ടുകാർ. അയ്യോ, സമയം ഒരുപാടായി. 4:30 വേഗം വാ. നിങ്ങൾക്കറിയോ മനുഷ്യന് എത്ര ഇന്ദ്രിയങ്ങളുണ്ടെന്ന്? 5. 6. 6? അതേതാ പഠിച്ചോനെ 6ാമത്തെ ഇന്ദ്രിയം? ഒരു നല്ല സുഹൃത്ത്. അതെ, സത്യം നീ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും തീരുമാനങ്ങളെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള കഴിവ് ഒരു നല്ല സുഹൃത്തിനുണ്ട്. റിയലി? അപ്പോ എല്ലാം പറഞ്ഞ പോലെ പോകുന്നതിന് മുമ്പ് വിളിക്കാം. ബൈ. ബൈ. ബീന, ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ?
എങ്ങനെയുണ്ട് വേദനയൊക്കെ? കുറവുണ്ട് ഡോക്ടർ. ഞാനിപ്പോ ബീനയുടെ അടുത്തേക്ക് വന്നത് സീരിയസ് ആയ ഒരു കാര്യം പറയാനാ. എന്താ ഡോക്ടർ? പറയാം. ഒരു വലിയ ആക്സിഡന്റിന് ശേഷം 3-4 സർജറിയാണ് ബീനയ്ക്കിപ്പോ ചെയ്തിരിക്കുന്നത്. ഒരുപാട് എക്സ്റേസ്, സ്കാനിംഗ്, മെഡിസിൻസ്. ഇതിനൊക്കെ പുറമെ ബീന ഇപ്പോ 2 മാസം പ്രഗ്നന്റ് ആണ്. ഡോക്ടർ, സത്യമാണോ ഡോക്ടർ? പക്ഷെ ബീന, ഇങ്ങനൊരവസ്ഥയിൽ കുഞ്ഞിന് ബുദ്ധിമാന്ദ്യമോ അംഗവൈകല്യമോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്സ് കാണിക്കുന്നത്. അതുകൊണ്ട് നോ ഡോക്ടർ, നോ നെവർ. എന്തൊക്കെയായാലും എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. മാതാവ് ഉണ്ണീശോയെ കാത്ത് സംരക്ഷിച്ച പോലെ എന്റെ ഈ കുഞ്ഞിനെ മാതാവ് കാത്തോളും. എനിക്ക് ഉറപ്പാ ഡോക്ടർ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അമ്മച്ചി. നന്നായി വരും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അപ്പ. അപ്പ പറഞ്ഞതെല്ലാം എന്റെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മമ്മ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി എന്നെ ആരെ വലിയേച്ചി പഠിപ്പിക്കുന്നേ? അന്നൂസിനെ മാതാവ് പഠിപ്പിക്കും. വല്യേച്ചി മാതാവ് പഠിപ്പിച്ചേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനും ഉണ്ട് ചേച്ചിയുടെ കൂടെ. എങ്ങോട്ട്? ചേച്ചിയുടെ കൂടെ സിസ്റ്റർ ആവാൻ. റോസുമോൾ ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ, വലിയ കുട്ടിയാകുമ്പോ വല്യേച്ചി കൊണ്ടുപോവാം.